ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6. ഹിരോഷിമ നാഗസാക്കി പട്ടണം ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയാണ്? 6.4 കിലോഗ്രാം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? എനോല ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ്? പോൾ ടിബറ്റ്സ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ്? ചാൾസ് സ്വീനി. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം? അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? രണ്ടാം ലോകമഹായുദ്ധം. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു? പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം? യുറേനിയം 235. യുദ്ധത്തിനിരയായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ പെൺകുട്ടി? സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത്? മെക്സിക്കോയിലെ മരുഭൂമി ട്രിനിറ്റി സൈറ്റ്. അണുബോംബ് വർഷിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഹാരി എസ് ട്രൂമാൻ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി? മാൻഹട്ടൻ പ്രൊജക്റ്റ്. മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ? റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ്? റോബർട്ട് ഓപ്പൺഹൈമർ. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ്? പ്രൊഫസർ എസ് ശിവദാസ്. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത്? 1939. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ്? ലിയോ ടോൾസ്റ്റോയ്. സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ്? സമാധാനം. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ബരാക് ഒബാമ.